ഒരു മനുഷ്യന് ജീവിതത്തിൽ അത്യാവശ്യമായി വേണ്ടത് എന്താണ്? പലർക്കും പല അഭിപ്രായമായിരിക്കും. കുറേ പേര് പറയും അവർക്ക് ഒരുപാട് പണം വേണം, വേറെ കുറേ ആളുകൾ പറയും എനിക്ക് ഒരുപാട് അറിവാണ് വേണ്ടത്, മറ്റു ചിലർ പറയും എനിക്ക് വളരെ ഉയർന്ന പവർഫുള്ളായിട്ടുള്ള ഒരു ജോലി വേണം, വേറെ ചില ആളുകൾ പറയുന്നത് സ്നേഹബന്ധങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വിലമതിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതാണ് സമാധാനം. ഇതെല്ലാം നേടിയെടുക്കാൻ സാധിച്ചാലും നിങ്ങൾക്ക് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനൊന്നും അർത്ഥമില്ല. നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു മനസ്സെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആൻഡ്രൂ സോളമൻ്റെ ദ നൂൺ ഡേ ഡീമനും ഹൗ യുവർ ബ്രെയിൻ വർക്ക്സുമാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസ്. പതിവ് പോലെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വായിക്കാം. വലിയ പുസ്തകങ്ങളാണ്, വായിക്കാൻ സമയമില്ലാത്തവർ ഈ ഒരു വീഡിയോ കണ്ടാലും മതി. ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 100 സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 6 പേർ ഡിപ്രഷൻ ഉള്ളവരാണ്. ലോകത്തെ 100 പുരുഷന്മാരെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ 100 പുരുഷന്മാരിൽ 4 പേർക്ക് ഡിപ്രഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരു ക്ലാസ് മുറിയിൽ പഠിപ്പിക്കാനായിട്ട് കയറുകയാണെന്ന് കരുതുക. കോളേജ് തലത്തിലുള്ള ഒരു ക്ലാസ് മുറിയാണ്. അവിടെ ഏകദേശം 60ഓളം കുട്ടികളുണ്ടെങ്കിൽ അതിൽ ആ സമയത്ത് ഡിപ്രഷൻ ബാധിച്ചിട്ടുള്ള 1-2 കുട്ടികളുണ്ടായിരിക്കാം. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അതൊക്കെ ആ സമയത്തുള്ള കണക്കാണ്. അവരുടെ ലൈഫ് ടൈമിൽ പിന്നീട് അവർക്ക് ഡിപ്രഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനു മുൻപും അവർക്ക് ഡിപ്രഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഫുൾ ലൈഫ് ടൈം കണക്കെടുക്കുകയാണെങ്കിൽ 100-ൽ 15 മുതൽ 20 വരെയുള്ള ആളുകൾക്ക് ഡിപ്രഷനുണ്ട്. ഈ വീഡിയോ കാണുന്നത് ഒരു 10,000 പേരാണെങ്കിൽ ആ 10,000 പേരിൽ എത്ര പേർക്കായിരിക്കും ലൈഫിൽ ഡിപ്രഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? കണക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഡിപ്രഷൻ എന്ന് കേൾക്കുമ്പോൾ അത് സാധാരണഗതിയിലുള്ള ഒരു മാനസിക വിഷമമെന്നായിരിക്കും പലരും വിശ്വസിക്കുന്നത്. പക്ഷേ അതങ്ങനെയുള്ള വിഷമേ അല്ല. ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ആൻഡ്രൂ സോളമൻ വളരെ മോശമായിട്ടുള്ള ഒരു ഡിപ്രഷനിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. അദ്ദേഹം അനുഭവിച്ച മാനസിക വിഷമങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അദ്ദേഹം ഡിപ്രഷൻ അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇറച്ചി മുറിച്ച് മാറ്റി കഴിക്കാൻ കഴിയുമായിരുന്നില്ല. വെസ്റ്റേണറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നൈഫും ഫോർക്കും ഒക്കെ വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഇറച്ചി. ആ ഇറച്ചി ഒരു സ്ലൈസ് ഒന്ന് മുറിച്ചെടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിരുന്നില്ല. കൊച്ചുകുട്ടികൾക്കൊക്കെ പ്രായമുള്ള അച്ഛൻ മുറിച്ച് കഴിക്കാനായിട്ട് വെച്ച് കൊടുക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹായം ചോദിക്കേണ്ടി വന്നു. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഒന്ന് കുളിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. കുളിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. 2-3 സ്റ്റെപ്പുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആദ്യം നടന്ന് കുളിമുറിയുടെ തൊട്ട് മുൻപ് വരെ എത്തുക, ഡോറൊന്ന് തുറക്കുക, അകത്ത് കയറുക, ഷവറിൻ്റെ മുൻപിൽ പോയി നിൽക്കുക. ഇനി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആ ഷവറിൻ്റെ നോബൊന്ന് തിരിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹത്ത് വെള്ളം വീഴും. കുളിയുടെ തുടക്കമായി. പക്ഷേ ഇത് പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഡിപ്രഷൻ ബാധിച്ച ആളുകൾക്ക് ഇത് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. എല്ലാവരുടെയും കേസല്ല, പലരുടെയും കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ്രൂ സോളമന് ഇത്തരത്തിലുള്ളൊരു ഡിപ്രഷനാണ് അനുഭവിക്കേണ്ടി വന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഡിപ്രഷൻ അനുഭവിക്കേണ്ടി വരില്ലായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ പേരൻസിനോ ഒന്നും അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകില്ലായിരിക്കും. അങ്ങനെ തന്നെ ആവട്ടെ. എങ്കിൽ പോലും നിങ്ങൾ ഈ പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കണം. ഡിപ്രഷനിലൂടെ അല്ല കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു തെറാപ്പിസ്റ്റിനെ കാണാം, അത് നല്ലൊരു സൊല്യൂഷനാണ്. പക്ഷേ എല്ലാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും നമുക്ക് ഓടിപ്പോയി ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ സാധിക്കുമോ? ഇല്ല. സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ അത് ക്ലിനിക്കലി ഒരു ഡിപ്രഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രൊഫഷണലായിട്ടുള്ളൊരു വ്യക്തിയെ കണ്ടിരിക്കണം. പക്ഷേ അതിനോടൊപ്പം ഈ ഒരു വീഡിയോ കൂടി കാണാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ പറയുന്ന വിവരങ്ങൾ കൂടി മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ്. ഈ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എന്നെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്കും വളരെ വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലതവണ. ഈ അടുത്ത കാലത്ത് പോലും എനിക്ക് വളരെ മോശമായ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അനുഭവിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ മെഡിസിൻ എടുത്തിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഞാൻ ആ സമയത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾക്കതൊക്കെ സഹായപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ആദ്യം നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. അത് മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നതിൽ നിങ്ങളെ ഒരുപാട് സഹായിക്കും. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ശരിക്കും നിങ്ങളുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? നിങ്ങൾക്കൊരു ഹേർട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ, നിങ്ങളൊരു ഡിവോഴ്സിൻ്റെ വക്കിലാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോഴൊക്കെ നിങ്ങളുടെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ നിങ്ങൾക്ക് റിലീഫ് തരുന്നതാണ്. നമ്മുടെ തലച്ചോറിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ഫാറ്റ് അടങ്ങിയിരിക്കുന്നു എന്നതാണ്. പക്ഷേ ഈ ഫാറ്റിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട. എക്സർസൈസിലൂടെ ഈ ഫാറ്റ് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാനും സാധിക്കുകയില്ല, അങ്ങനെ കുറയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഈ ഫാറ്റ് നമ്മുടെ തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ബ്രെയിൻ സെല്ലുകളെ സഹായിക്കുന്നുണ്ട്. എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് നടക്കുന്നത്. അത്തരത്തിൽ കാര്യക്ഷമമാക്കുന്നതിൽ ഈ ഫാറ്റുകൾക്ക് വലിയ പങ്കുണ്ട്. നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തം ഭാരത്തിൻ്റെ വെറും 2% ഭാരം മാത്രമാണ് നിങ്ങളുടെ തലച്ചോറിനുള്ളത്. പക്ഷേ നിങ്ങളുടെ ശരീരം മൊത്തം ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ ഓക്സിജൻ്റെ 20% ഉപയോഗിക്കുന്നത് നിങ്ങളുടെ തലച്ചോറാണ്. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് ഏകദേശം 20 വാട്ട്സ് പവറിലാണ്. ആ 20 വാട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൾബ് കത്തിക്കാം. നിങ്ങളുടെ തലച്ചോറിൽ 8600 കോടി ന്യൂറോണുകളാണുള്ളത്. അതിനേക്കാൾ ഞെട്ടിക്കുന്നൊരു വിവരം, ഓരോ ന്യൂറോണും ആയിരക്കണക്കിന് മറ്റ് ന്യൂറോണുകളുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് നമ്മുടെ തലച്ചോറിലുള്ളതെന്ന്. ഈ ന്യൂറോണുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ ന്യൂറോണുകളിലൂടെയും സിഗ്നലുകൾ കടന്നു പോകുന്നില്ല. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില പാത്തുകളിലൂടെയാണ് സിഗ്നലുകൾ കടന്നു പോകുന്നത്. നിങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ന്യൂറോണുകളിലൂടെ കൂടുതൽ സിഗ്നലുകൾ കടന്നു പോയിട്ടുണ്ടാകും. പ്രായം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ അറിവ് കൂടുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? അങ്ങനെ അറിവ് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ തലച്ചോറിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നാണ്. നിങ്ങൾ വളരെ അറിവുള്ള ഒരു ബുദ്ധിശാലിയായിട്ടുള്ള നല്ല മെച്യൂറായിട്ടുള്ള ഒരു വ്യക്തിയാകണമെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ ഒരുപാട് ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ന്യൂറോണുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാകുന്നത്? അത് 2 തരത്തിലുള്ള പ്രോസസ്സാണ്. ഒന്ന് കെമിക്കൽ പ്രോസസ്സ്, മറ്റൊന്ന് ഇലക്ട്രിക്കൽ പ്രോസസ്സ്. ഇലക്ട്രോ കെമിക്കൽ സിഗ്നലുകളാണ് കടന്നു പോകുന്നത്. ഒരു ന്യൂട്രോണിൻ്റെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ സിഗ്നൽ പോകുന്നത് ഇലക്ട്രിക് തരംഗമായിട്ടാണ്. ഇലക്ട്രിസിറ്റി തന്നെ, പക്ഷേ നമ്മൾ വീട്ടിൽ ബൾബ് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ വോൾട്ടേജ് കുറവാണ്. കുറച്ചുകൂടെ എന്നല്ല, കുറേ അധികം വോൾട്ടേജ് കുറവാണ്. പക്ഷേ ഇലക്ട്രിസിറ്റി തന്നെയാണ് ന്യൂറോണിലൂടെ കടന്നു പോകുന്നത്. ഒരു ന്യൂറോണിൻ്റെ അറ്റത്ത് നിന്നും മറ്റേ ആ ന്യൂറോണിൻ്റെ തന്നെ മറുഭാഗത്തേക്ക് ഇലക്ട്രിസിറ്റി പോയി. അവിടെ നിന്ന് അതിന് ഏകദേശം 1000-ലധികം ന്യൂറോണുകളിലേക്ക് ഈ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാം. പക്ഷേ ആ ന്യൂറോണുകളായിട്ട് ഒരു ഫിസിക്കൽ കണക്ഷൻ ഇതുണ്ടാക്കുന്നില്ല. അതിനിടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെ കണക്ഷൻ എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? അവിടെയാണ് കെമിക്കൽ എനർജി പ്രവർത്തിക്കുന്നത്. ഒരു കെമിക്കൽ അവിടെ സ്പ്രെഡ് ചെയ്യും. ആ കെമിക്കൽ ചില ന്യൂറോണുകളിലേക്കുള്ള കണക്ഷനെ വിച്ഛേദിക്കും, അങ്ങോട്ട് കണക്ട് ചെയ്യില്ല. ചില കെമിക്കൽ ചില സമയങ്ങളിൽ മറ്റ് ചില ന്യൂറോണുകളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കും. അങ്ങനെ ഊർജം അങ്ങോട്ട് പാസ് ചെയ്യപ്പെടും. ആ ന്യൂറോണിലൂടെ പിന്നീട് ഇലക്ട്രിസിറ്റി കടന്നു പോകും. ഇങ്ങനെ അനേകം ന്യൂറോണുകളിലൂടെ സദാസമയവും ഇലക്ട്രിക് തരംഗങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്ത, നമുക്ക് മറ്റൊരാളോടുള്ള ദേഷ്യം, വൈരാഗ്യം, നമ്മൾ വിളിക്കുന്ന മോശമായിട്ടുള്ള പല വാക്കുകൾ, നമ്മൾ ഒരാളെ തല്ലുന്നത്, ഒരാളെ കൊല്ലുന്നത്, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ തലയിലൂടെ കടന്നു പോകുന്ന ഈ ഇലക്ട്രിക് തരംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രോബ്ലംസും ഒക്കെ ഈ ന്യൂറോണിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി തരംഗത്തിൻ്റെ ഒരു സ്വാധീനമാണ്. 2 ന്യൂറോണുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന ആ കെമിക്കലിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അനേകം ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട്. എന്നാൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെയൊക്കെ ഭരിക്കുന്ന ന്യൂറോ മോഡുലേറ്ററുണ്ട്. ന്യൂറോ മോഡുലേറ്ററിനെ നമുക്കൊരു രാജാവായിട്ട് പറയാം.
രാജാവ് തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുക. ആ രാജാവാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഇപ്പോൾ വിഷമിക്കണോ എന്ന്. നമുക്ക് ഒരു ജോലി കിട്ടുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജോലി പോകുമ്പോൾ നമ്മൾ വിഷമിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം അവിടെ നടക്കുന്ന ആ ഇവൻറ്റിന് ഉപരിയായി നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്താണ് നിങ്ങളുടെ പേര്? നിങ്ങളുടെ വീട് എവിടെയാണ്? നിങ്ങളുടെ നാട് എവിടെയാണ്? നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ്? നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്? ഒട്ടും ആലോചിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരം പറയാൻ കഴിയുന്നില്ലേ? ആർക്കും ഈ ഉത്തരങ്ങളൊക്കെ പറയാൻ പറ്റും. അതിൻ്റെ കാരണം നിങ്ങളുടെ തലച്ചോറിലൂടെ പോകുന്ന ന്യൂറോൺ പാത്തുകൾ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറായിട്ടുണ്ട്. കാരണം നിരന്തരമായിട്ട് നിങ്ങൾ ചിന്തിക്കുകയും പറയുകയും നിങ്ങൾ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ചോദ്യങ്ങളിലൂടെയാണ്. നിങ്ങളുടെ അസ്തിത്വം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയാണ് ഈ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരവും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വൈദ്യുതി ഈ പാത്തിലൂടെ, ഈ ഉത്തരം തരുന്ന പാത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ പേര് നിങ്ങൾ വിഷ്ണു വാസുദേവ് എന്നാണെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പേര് അങ്ങനെയാണെങ്കിൽ മാത്രം ആ സമയത്ത് നിങ്ങളുടെ തലച്ചോറിലൂടെ ഒരു പ്രത്യേക ന്യൂറോൺ പാത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. ന്യൂറോൺ പാത്ത് എന്ന് പറയുമ്പോൾ അത് കുറേയധികം ന്യൂറോണുകളുടെ ഒരു കണക്ഷനാണ്. ന്യൂറോണിൻ്റെ ആ പല കണക്ഷനിലൂടെ വൈദ്യുതി ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾ ഉത്തരം നിങ്ങളുടെ പേരായിട്ട് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് കരുതുക. നിങ്ങൾ ബൈക്ക് ഓടിച്ച് പോവുകയാണ്. നിങ്ങൾ എല്ലാ ദിവസവും നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോകുന്ന വഴിക്കും പല കാര്യങ്ങളും ചിന്തിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കും, നിങ്ങൾക്കുണ്ടായ സന്തോഷ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ വെറുതെ ഒരു പാട്ട് മൂളിക്കൊണ്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. വീട്ടിലെത്തിച്ചേർന്ന് അല്ലെങ്കിൽ വീടിൻ്റെ ഗേറ്റിന് അടുത്തെത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ വീട്ടിലെത്തിയെന്ന് പോലും പലപ്പോഴും ഓർക്കുന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ, ഒരു കടയിലൊന്ന് കയറണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. ഇപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പം വൈഫ് എന്തെങ്കിലും മേടിക്കാനായിട്ട് പറയും, പക്ഷേ ഞാൻ വീട്ടിൽ വന്ന് വൈഫ് എന്ത് സാധനമെന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഞാൻ ഓർക്കുന്നത്, അയ്യോ ഞാൻ അവിടെ പോയില്ലല്ലോ എന്ന്. അതിൻ്റെ കാരണം എല്ലാ ദിവസവും ഈ റൂട്ടിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ തലച്ചോറിൽ ഒരു പ്രത്യേക ന്യൂറൽ നെറ്റ്വർക്കിലൂടെ വൈദ്യുതി ആ സമയത്ത് കടന്നു പോവുകയാണ്. എല്ലാ ദിവസവും സ്ഥിരമായിട്ട് അങ്ങനെ വൈദ്യുതി കടന്നു പോകുന്ന ഒരു വഴി അല്ലെങ്കിൽ ഒരു പാത്ത് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡിസ്റ്റർബൻസും വരില്ല. കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കാം. പക്ഷേ അതിനിടയിൽ വേറെ എവിടോട്ടെങ്കിലും കയറണമെങ്കിൽ ബോധപൂർവം നമ്മൾ ഇടപെട്ട് മറ്റൊരു ന്യൂറോൺ പാത്ത് കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ പൊതുവഴി വെച്ച് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. നിങ്ങൾക്ക് ആ പെൺകുട്ടിയോട് ഒരു ഇഷ്ടം തോന്നുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നത്? വെറുതെ നിങ്ങൾ ഒരിടത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കുഴിമന്തി കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. എനിക്ക് സ്ഥിരം ഉണ്ടാകുന്നൊരു ആഗ്രഹമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ആഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നത്? നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ പെട്ടെന്നൊരു നിമിഷത്തിൽ നിങ്ങൾക്ക് അങ്ങനൊരു ആഗ്രഹം ഉണ്ടാകുന്നു. അതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ന്യൂറോ മോഡുലേറ്ററാണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ച്, ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് പോകുന്ന കെമിക്കലുകളെക്കുറിച്ച്. ആ കെമിക്കലുകളെ നിയന്ത്രിക്കുന്ന രാജാവായ ഈ ന്യൂറോ മോഡുലേറ്ററാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് കുഴിമന്തി കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ സമയത്ത് ഒരു ന്യൂറോ മോഡുലേറ്ററായിട്ടുള്ള ഡോപ്പമിൻ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ സംതൃപ്തി തോന്നും, ഇനി എനിക്കൊന്നും വേണ്ട, എനിക്കിത് മതി, അല്ലെങ്കിൽ എനിക്കിത് വളരെ സമാധാനം തരുന്നൊരു കാര്യമാണ്, ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് സംതൃപ്തി തോന്നുന്നു, അല്ലെങ്കിൽ ഓൾ ഈസ് വെൽ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് തോന്നുന്നു. അതിൻ്റെ കാരണം ഓൾ ഈസ് വെൽ ന്യൂറോ മോഡുലേറ്ററാണ്, അല്ലെങ്കിൽ സെറോട്ടോണിനാണ്. നിങ്ങളുടെ തലച്ചോറിൽ സെറോട്ടോണിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഒരുപാട് ഭയപ്പെടും. നിങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. ബിഗ് ബാങ് തിയറി എന്ന പേരിലൊരു ഇംഗ്ലീഷ് സീരീസ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ പല ആളുകളും അത് കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ രസകരമാണ്. അതിനകത്ത് വളരെ രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. ഷെൽഡൺ കൂപ്പർ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. ഷെൽഡൺ കൂപ്പറിന് സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലിവിങ് റൂമിൽ, ഫ്ലാറ്റിൽ ആ ഒരു സ്പോട്ടിൽ, ആ ഒരു സോഫയുടെ ആ പ്രത്യേക സ്ഥലത്ത് മാത്രമേ അദ്ദേഹം ഇരിക്കത്തുള്ളൂ. അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ ലോകം കീഴ്മേൽ മറിഞ്ഞൊരവസ്ഥയായിരിക്കും അദ്ദേഹത്തിനുണ്ടാവുക. വീട്ടിൽ വരുന്ന ഒരു അതിഥി അദ്ദേഹം ഇരിക്കുന്ന ആ സ്പോട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര അസ്വസ്ഥതയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അത് ആ ഒരു ക്യാരക്ടറിന് മാത്രമല്ല, അങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരാളായിരിക്കും അങ്ങനെയുള്ള വിഷമം അനുഭവിക്കുന്നത്. അതിൻ്റെ കാരണം സെറോട്ടോണിൻ്റെ അളവ് ആ സമയത്ത് നിങ്ങളിൽ കുറവാണെന്നുള്ളതാണ്. ചില ദിവസങ്ങളിൽ, ചില സമയങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കിടപ്പറയിൽ, നിങ്ങളുടെ കട്ടിലിൽ നിങ്ങൾ വെറുതെ അലസമായിട്ടൊന്നും ചെയ്യാതെ കിടക്കുകയായിരിക്കും. അവിടെ നിന്നൊന്നും എഴുന്നേക്കാൻ പോലും നിങ്ങൾക്ക് തോന്നില്ല.
കാരണം ആ സമയത്ത് നിങ്ങളുടെ തലച്ചോറിലുള്ള ഡോപ്പമിൻ്റെ അളവ് വളരെ കുറവാണ്. അത് അല്പം ഒന്ന് കൂടിയാലേ നിങ്ങൾക്കൊരു സ്പാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ തോന്നുകയാണ്. ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങണം, ദാക്ഷായണി ബിസ്ക്കറ്റ്. അങ്ങനൊരു ചിന്ത ഉണ്ടാകുമ്പോൾ എന്താണ് ശരിക്കും നിങ്ങളുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്? തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ന്യൂറോ മോഡുലേറ്ററിൻ്റെ പ്രവർത്തനമാണ് അതിൻ്റെ കാരണം. അസറ്റൈൽ കൊലൈൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, പരിചയപ്പെട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു, വായിക്കാൻ ശ്രമിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ സമയങ്ങളിലൊക്കെ ഈ ന്യൂറോ മോഡുലേറ്ററാണ് പ്രവർത്തിക്കുന്നത്. ആ സമയങ്ങളിലൊക്കെ തന്നെയും നിങ്ങളുടെ തലച്ചോറിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ന്യൂറൽ പാത്ത് ഉണ്ടാകുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പറമ്പിലൂടെ വെറുതെ ഒന്ന് നടന്നിട്ടുണ്ടോ? എക്സസൈസിന് വേണ്ടിയുള്ള നടത്തമൊന്നുമല്ല, വെറുതെ ഒന്നുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ നടന്നിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ നിങ്ങൾ കുളിക്കാനായിട്ട് ഷവറിൻ്റെ മുമ്പിൽ കുറേ അധികം നേരം കുളിക്കാതെ നിന്നിട്ടുണ്ടോ? കുളിക്കുകയായിരുന്നു ലക്ഷ്യം, പക്ഷേ നിങ്ങൾ കുളിക്കുന്നില്ല. തനിയെ ആ ഷവറിൻ്റെ ആ തണുപ്പും ആസ്വദിച്ച് നിന്നിട്ടുണ്ടോ? അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ പല ചിന്തകളും ആ സമയത്തായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ആ സമയത്ത് നമ്മുടെ തലച്ചോറ് വളരെ വളരെ റിലാക്സിങ് ആയിരിക്കും. ആ സമയത്ത് പുതിയൊരു ന്യൂറൽ പാത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നോട് സത്യം പറയണം, നിങ്ങൾ എപ്പോഴെങ്കിലും കോപ്പി അടിച്ചിട്ടുണ്ടോ? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വളരെ ഭയത്തോടു കൂടി ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ട് നിങ്ങൾ കാറിൻ്റെ സ്റ്റിയറിങ് തനിയെ ഉപയോഗിക്കുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ? നിൽക്കുന്ന കാറല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടിയപ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ? നിങ്ങൾ ഓരോ നിമിഷവും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുക. ഏത് നിമിഷവും ഞാൻ മറിഞ്ഞ് താഴെ വീഴാം, അല്ലെങ്കിൽ ഞാൻ കോപ്പി അടിക്കുന്നത് ഏത് നിമിഷവും അവിടുത്തെ ഇൻവിജിലേറ്റർ കണ്ടുപിടിച്ചെന്ന് വരാം. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തോടു കൂടി മുൻപിലുള്ള അപകടത്തെ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ശരിക്കും നിങ്ങളുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് മറ്റൊരു ന്യൂറോ മോഡുലേറ്ററാണ്, നോർപൈൻഫ്രൈൻ. നിങ്ങളുടെ തലച്ചോറിന് 2.5 പെരാബൈറ്റ് മെമ്മറി കാപ്പബിലിറ്റി ഉണ്ട്. ഒരു പെരാബൈറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം ജിഗാബൈറ്റ് ആണ്. അപ്പോൾ 2.5 പെരാബൈറ്റ് മെമ്മറി കാപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ 25 ലക്ഷം ജിഗാബൈറ്റ് കാപ്പബിലിറ്റിയാണ്. നിങ്ങളുടെ തലച്ചോറ് ഒരു മെമ്മറി ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് വെറുതെ ഒന്ന് കരുതുക. അവിടെ നമുക്ക് ഒരുപാട് സിനിമകൾ സേവ് ചെയ്യാം, നല്ല ക്വാളിറ്റിയിൽ സിനിമകൾ സേവ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു മെമ്മറി ഫുള്ളായിട്ട് സിനിമകൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ സിനിമ ഓരോന്നായിട്ട് ആദ്യം മുതൽ അവസാനം വരെ കാണാം. പക്ഷേ അതിന് നിങ്ങൾക്ക് ഈ ആയുസ് മതിയാകില്ല. തുടർച്ചയായിട്ട് ഏകദേശം 300 വർഷങ്ങൾ നിങ്ങൾക്ക് ആ സിനിമകൾ കണ്ടിരിക്കാൻ സാധിക്കും. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, അവരെ ഒന്ന് പിച്ചാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ വെറുതെ ഒന്ന് പിച്ച് നോക്ക്. പിച്ച് നോക്കുമ്പോൾ അവർക്ക് വേദനിക്കും, അവർ കരയും. അവരുടെ ആ വേദന അനുഭവിക്കാൻ അവരെ സഹായിക്കുന്നത് ശരിക്കും അവരുടെ തലച്ചോറിൻ്റെ കൂടെ പ്രവർത്തനം കാരണമാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ രസകരമായ കാര്യം, നമ്മുടെ തലച്ചോറിന് പെയിൻ റിസപ്റ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തെല്ലാം പെയിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ തലച്ചോറിൽ മാത്രം അങ്ങനൊരു പെയിൻ റിസപ്റ്റർ ഇല്ല. തലച്ചോറിന് ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ആഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വേദന നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂറോ സർജറി നടക്കുമ്പോൾ നമ്മൾ ബോധത്തോടു കൂടി തന്നെ ആയിരിക്കും കിടക്കുന്നത്. ആ വേദന അപ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അങ്ങനെ ബോധപൂർവം കിടക്കുന്നത് ആ ന്യൂറോ സർജനെ ഒരുപാട് സഹായിക്കുകയും ചെയ്യും. കാരണം ന്യൂറൽ കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർജറിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ കണക്ഷൻ കാരണം നമുക്ക് മോശമായിട്ടുള്ള അവസ്ഥകളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ഉറപ്പുവരുത്താൻ കഴിയണം. നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, നമ്മളുടെ കൈ ഉയർത്താനൊക്കെ ഒരു പക്ഷേ അദ്ദേഹം പറയുന്നുണ്ടായിരിക്കും. കാരണം അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ മാറ്റം നമ്മുടെ സംസാര ശേഷിയെയും കൈകളെ അനക്കാനുള്ള നമ്മുടെ ശേഷിയെയും ഒന്നും ബാധിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുവരുത്തണം. നമ്മുടെ തലച്ചോറിൻ്റെ പുറം ഭാഗത്തെയാണ് സെറിബ്രം എന്ന് വിളിക്കുന്നത്. സെറിബ്രത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിലായിട്ട് വളരെ ചുക്കിച്ചുളിവുകളുള്ള ഒരു പ്രദേശം നമുക്ക് കാണാം. ആ ചുക്കിച്ചുളിവുള്ള പ്രദേശമാണ് സെറിബ്രൽ കോർട്ടെക്സ്. ആ ചുളിവുകൾക്ക് നമ്മുടെ ഓർമ്മശക്തിയുമായി വലിയ ബന്ധമുണ്ട്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് ഈ ചുളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. തലയെ നമ്മൾ രണ്ടായിട്ട് പിളർത്തി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഹെമിസ്ഫിയറുകൾ കിട്ടും, ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും. ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ ഭാഗമാണ് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്.
നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതും ഈ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ പ്രവർത്തനം കാരണമാണ്. അതുപോലെ റൈറ്റ് ഹെമിസ്ഫിയറിൻ്റെ പ്രവർത്തനം കാരണമാണ് നമ്മുടെ ഇടത് ഭാഗത്ത്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് ഹെമിസ്ഫിയറും പരസ്പരം ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് കോർപ്പസ് കല്ലോസം. കോർപ്പസ് കല്ലോസം അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ചില ഘട്ടങ്ങളിലൊക്കെ ചില പേഷ്യൻസിന് പല ആക്സിഡൻറ്റുകൾ കാരണം ഈ കോർപ്പസ് കല്ലോസം മുറിഞ്ഞു മാറപ്പെടും. അവരുടെ ജീവിതത്തിൽ തന്നെ ഇത് താറുമാറാക്കും. പേഷ്യൻ്റ് പി എസിൻ്റെ ഒരു കേസ് സ്റ്റഡി ഉണ്ട്. പേഷ്യൻ്റ് പി എസ് എന്നാണ് ആ വ്യക്തിക്ക് പേര് കൊടുത്തിരിക്കുന്നത്. പേഷ്യൻ്റ് പി എസിൻ്റെ കോർപ്പസ് കല്ലോസം മുറിഞ്ഞു മാറപ്പെട്ടു. അതായത് ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു കണക്ഷനുമില്ല. ആ പേഷ്യൻറ്റിനെ വെച്ച് ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹൈ, അതായത് റൈറ്റ് സൈഡിലെ ഐക്ക് നേരെ ഒരു കോഴിക്കാലിൻ്റെ ചിത്രം കാണിച്ചു കൊടുത്തു. ഇടതുവശത്തെ കണ്ണ് അപ്പോൾ അടച്ചിട്ടുണ്ട്. ഇടതുവശത്തെ കണ്ണിലൂടെ അദ്ദേഹത്തിനൊന്നും കാണാൻ കഴിയുന്നില്ല. കോഴിക്കാലെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കോഴിക്കാലല്ല, ജീവനുള്ള കോഴിയുടെ കാലാണ് കാണിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ റൈറ്റ് ഐ അടച്ചുകൊണ്ട് ലെഫ്റ്റ് ഐയിലൂടെ അദ്ദേഹത്തിന് മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലത്തിൻ്റെ ചിത്രം കാണിച്ചു കൊടുത്തു. അതിനെല്ലാം ശേഷം അദ്ദേഹത്തോട് ഈ കണ്ട കാഴ്ചയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരുപാട് ഒബ്ജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിക്കണം. പക്ഷേ അദ്ദേഹം ഒരു വസ്തുവിനെയല്ല, രണ്ട് വസ്തുക്കളെ ചൂണ്ടിക്കാണിച്ചു, രണ്ട് കൈകൾ കൊണ്ട്. അപ്പോൾ റൈറ്റ് ഐ കൊണ്ടാണ് അദ്ദേഹം കോഴിക്കാല് കണ്ടത്. റൈറ്റ് ഹാൻഡ് ചൂണ്ടിക്കാണിച്ചത് ഒരു കോഴിയുടെ ചിത്രത്തെയാണ്. അതേസമയം ലെഫ്റ്റ് ഹാൻഡ് ചൂണ്ടിക്കാണിച്ചത് മഞ്ഞൊക്കെ വാരി മാറ്റാൻ സാധിക്കുന്ന ഒരു ഷവലിനെയാണ്. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഷവലിന് നേരെ കൈ നീട്ടിയതെന്ന്. ഷവൽ ലെഫ്റ്റ് ഹാൻഡാണ് നീട്ടിയിരിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡാണ് മഞ്ഞ് പെയ്യുന്ന സ്ഥലം കണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹെമിസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റൈറ്റ് ഹെമിസ്ഫിയർ അല്ല അദ്ദേഹത്തിൻ്റെ സംസാരവുമായിട്ട് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തെ സംസാരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ മഞ്ഞ് പെയ്യുന്ന ആ ചിത്രം കണ്ടില്ല. റൈറ്റ് ഹെമിസ്ഫിയർ മാത്രമാണ് മഞ്ഞ് പെയ്യുന്ന ചിത്രം കണ്ടത്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ കണ്ടത് കോഴിക്കാല് മാത്രമാണ്. പക്ഷേ അദ്ദേഹം എനിക്കറിയില്ല എന്നല്ല പറഞ്ഞത്. ലെഫ്റ്റ് ഹെമിസ്ഫിയറിന് അറിയില്ല. ആ മറുപടി പറയുന്ന തലച്ചോറിൻ്റെ ഭാഗത്തിന് ആ കാര്യത്തെക്കുറിച്ച് അറിയില്ല. എന്നിട്ടും എനിക്കറിയില്ല എന്നുള്ളൊരു മറുപടി പറഞ്ഞില്ല. പിന്നെ എന്ത് മറുപടിയായിരിക്കും പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, കോഴിയുള്ളത് കോഴിക്കൂട്ടിലാണല്ലോ, കോഴിക്കൂട്ടിൽ ഒരുപാട് അഴുക്കൊക്കെ കാണും. ആ അഴുക്കൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷവൽ ഉപയോഗിക്കുന്നത്. കാരണം കഥകൾ മെനഞ്ഞുണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയറാണ്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ പറയുന്നത് എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല, കളവ് പറയും. പേഷ്യൻ്റ് പി എസ് ജനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോർപ്പസ് കല്ലോസം അവിടെ ഉണ്ടായിരുന്നു. അത് ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെയും റൈറ്റ് ഹെമിസ്ഫിയറിനെയും ഒന്നിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് മുറിഞ്ഞു മാറിപ്പോയത്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് കോർപ്പസ് കല്ലോസം ഇല്ലെങ്കിലോ, ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും അങ്ങനെ പ്രവർത്തിക്കുന്നില്ലെങ്കിലും ആ വ്യക്തിക്ക് സുഖകരമായിട്ട് വളർന്ന് വരാനായിട്ട് സാധിക്കും, നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും. നമുക്കില്ലാത്ത പല കഴിവുകളും ആ വ്യക്തിക്കുണ്ടായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. കിം പീക്ക് അതിൻ്റെ മികച്ചൊരു ഉദാഹരണമാണ്. കിം പീക്കിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹോളിവുഡ് സിനിമയുണ്ടായിട്ടുണ്ട്, ഒരു മലയാള സിനിമയുണ്ടായിട്ടുണ്ട്. കിം പീക്കിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുമുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റെപ്പിലേക്ക് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ചിലപ്പോഴൊക്കെ ഈ ജീവിതം തന്നെ നശിപ്പിക്കാൻ തോന്നും, ഇല്ലാതെയാക്കാൻ തോന്നും, എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാൻ തോന്നും. അതുപോലെ പ്രശ്നങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. നിങ്ങൾ എത്ര പണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അതിനെ നിങ്ങൾ നേരിടാൻ പഠിച്ചിരിക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റോ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഓരോ വർഷവും ഇവിടെ സൂയിസൈഡ് റേറ്റുകൾ വർദ്ധിച്ചു വരുന്നത്. ആളുകൾ ഒളിച്ചോടുന്നത്, ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിന് അപകടം സൃഷ്ടിക്കാൻ പോകുന്ന എതിരാളിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല. അതിന് ഞാൻ ഈ പറയാൻ പോകുന്ന ടെക്നിക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതിലൊന്നാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ ടെക്നിക്ക്. അതിലൊരു മെത്തേഡാണ് CBT,
അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. CBT അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെ തുടർന്ന് 3 സ്റ്റെപ്പുകളുണ്ടാകും. ആദ്യത്തെ സ്റ്റെപ്പ് തോട്ടാണ്, രണ്ടാമത്തേത് ഫീലിങ്സ് ആണ്, മൂന്നാമത്തേത് ബിഹേവിയറാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു വലിയ വേദിയിൽ പ്രസംഗിക്കുകയാണ്, ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്, പ്രപഞ്ചത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്, വളരെ വിസ്താരമായിട്ട് നിങ്ങൾ പ്രസംഗിച്ചു. പക്ഷേ അതിനിടയിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെന്ന് പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ട്. പ്രസംഗമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ആ വേദിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആരംഭിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു, തോട്ടുണ്ടാകുന്നു. ഞാൻ ചെയ്തത് വളരെ മോശമായിപ്പോയി, എന്തൊക്കെയാണ് ഞാനവിടെ പറഞ്ഞത്, ആളുകൾ എന്നെക്കുറിച്ച് എങ്ങനെയായിരിക്കും ചിന്തിക്കുക, എനിക്ക് ഇനി എങ്ങനെയാണ് അവരെയൊക്കെ ഫേസ് ചെയ്യാൻ സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ തോട്ടിലേക്ക് വരുന്നത്. അതിനുശേഷം ഫീലിംഗ്. ഈ തോട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഫീലിങ്സ് ഉണ്ടാകുന്നത്, അല്ലാതെ ആ ഇവൻറ്റുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങളെ ഒരു ഡിപ്രഷനിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്കും ആ ഇവൻ്റ് അല്ലെന്നാണ് CBT പറയുന്നത്. മറിച്ച് അതിനുശേഷം നടക്കുന്ന നിങ്ങളുടെ തോട്ടാണ്, നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങൾ ആ പ്രസംഗത്തിന് ശേഷം ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിനുശേഷമുള്ള നിങ്ങളുടെ ഫീലിംഗ് എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷൻ ആയിരിക്കും, സാഡ്നെസ് ആയിരിക്കും, ആങ്കർ, ദേഷ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തും. അതാണ് ബിഹേവിയർ. നിങ്ങളുടെ ആക്ഷൻ അവിടെയാണ് നടക്കുന്നത്. നിങ്ങൾ ആ സമയത്ത് തീരുമാനിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ പ്രസംഗിക്കില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇങ്ങോട്ട് ഞാൻ വരില്ലെന്നായിരിക്കും. ചില ആളുകളുടെയൊക്കെ ജീവിതത്തിൽ അവർ ഇതിലും കടുത്ത തീരുമാനങ്ങൾ എടുക്കും. അവർ ചിലപ്പോൾ തീരുമാനിക്കും, ഇത്രയും മോശമായ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ കാര്യം അന്വേഷിച്ച് പോകുമ്പോൾ വളരെ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ ഉറപ്പായിട്ടും CBT തെറാപ്പി ചെയ്തിരിക്കണം. CBT തെറാപ്പിയിലെ ആദ്യത്തെ തെറാപ്പി കൊഗ്നിറ്റീവ് തെറാപ്പിയാണ്. കൊഗ്നിറ്റീവ് തെറാപ്പി അനുസരിച്ച് അവിടെ നടന്ന ആ പ്രസംഗമെന്ന ഇവൻറ്റിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, അതിനുശേഷം നടന്ന തോട്ടിനാണ് പ്രാധാന്യം. നിങ്ങളുടെ ചിന്ത ഓൾ ഓർ നത്തിങ് എന്നായിരിക്കും. ഒന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ വളരെ മോശമായിരിക്കണം. അതായത് ആ പെർഫെക്ഷനിൽ ഒരു ചെറിയ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പരാജയമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു, പക്ഷേ അതിനിടയിൽ അറിയാതെ ഒരു നാക്കുപിഴയുണ്ടായി. നിങ്ങൾ അറിയാതെ പറഞ്ഞുപോയി ജൂപ്പിറ്റർ സൂര്യനേക്കാൾ വലുതാണെന്ന്. അതൊരബദ്ധം മാത്രമാണ്. പക്ഷേ ആ ഒരൊറ്റ വാചകം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ 1 മണിക്കൂറോളമായിരിക്കും നിങ്ങൾ സംസാരിച്ചത്. ആ 1 മണിക്കൂർ നടത്തിയ പ്രസംഗം അത് വെറും വേസ്റ്റ് ആണെന്നും ആളുകൾ തന്നെ കളിയാക്കുമെന്നും നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ ശരിക്കും കാര്യങ്ങളെ എക്സാഗ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക, ഇമോഷൻസ് ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. കാരണം നിങ്ങളുടെ ചിന്തയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. 1, 0 മാത്രമല്ല, അതിനിടയിൽ ഒരുപാട് ഡെസിമൽ പോയിൻറ്റുകളുണ്ട്. നിങ്ങളുടെ പ്രസംഗത്തെ നിങ്ങൾക്ക് 0.9 ആയിട്ടോ 0.8 ആയിട്ടോ 0.5 ആയിട്ടോ 0.4 ആയിട്ടോ നിങ്ങൾക്ക് വിലയിരുത്താം. അല്ലാതെ 1ഉം 0യും മാത്രമല്ല ഉള്ളത്. 1 മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗമാണ്. അതിൽ നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്കറിയാം നിങ്ങൾക്ക് ഉണ്ടായത് ഒരു നാക്കുപിഴ മാത്രമാണെന്ന്. അതല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. പക്ഷേ അവരുടെ ശതമാനം ഉറപ്പായിട്ടും വളരെ വളരെ കുറവായിരിക്കും. ബഹുഭൂരിപക്ഷം ആളുകളും നിങ്ങളുടെ പ്രസംഗം ആസ്വദിച്ചിട്ടുണ്ടായിരിക്കും. മറ്റ് പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ. ഇവിടെ ഞാൻ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇവൻ്റ് എടുക്കാം. എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകുന്ന, പ്രത്യേകിച്ചും ആണുങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ്. ആ ചാറ്റിങ്ങിനിടയിൽ നിങ്ങൾ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും പറഞ്ഞത്. പക്ഷേ ആ മെസ്സേജിന് ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് ടെൻസ്ഡ് ആവും. എന്തുകൊണ്ടായിരിക്കാം ആ മെസ്സേജിന് അവൾ റെസ്പോണ്ട് ചെയ്യാതിരുന്നത്? അവൾ എന്നെ വെറുക്കുന്നുണ്ടായിരിക്കാം, ആ മെസ്സേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല, എന്നോട് വലിയ ദേഷ്യമായിരിക്കും, ഒരുപക്ഷെ എന്നോട് ഇനി ഒരിക്കലും സംസാരിക്കില്ലായിരിക്കും. ഇത്തരത്തിലുള്ള അനാവശ്യ ചിന്തകൾ തന്നെ ഒഴിവാക്കണം. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി ഡ്രൈവ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിരിക്കാം. ഒരുപാട് സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരിക്കാം. നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയെ നമുക്ക് സ്റ്റേബിളായിട്ട് തന്നെ നിലനിർത്തണമെങ്കിൽ ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൂടി ഉണ്ടാവണം. ചില ആളുകൾ കാര്യങ്ങളെ വളരെയധികം എക്സാഗ്രേറ്റ് ചെയ്യും. നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി, നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു PSC ടെസ്റ്റിന് പോയി, അല്ലെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാമോ അല്ലെങ്കിൽ നെറ്റ് എക്സാമോ എഴുതി.
പക്ഷേ നിങ്ങൾക്ക് പാസ്സാകാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷേ നിങ്ങൾ പല കൂറി തോറ്റിട്ടുണ്ടായിരിക്കാം. നിങ്ങളിത് തോൽക്കുന്നത് 5-മത്തെയോ 6-മത്തെയോ അല്ലെങ്കിൽ 10-മത്തെയോ തവണയായിരിക്കാം. ആ സമയത്ത് നിങ്ങൾ കാര്യങ്ങളെ എക്സാഗ്രേറ്റ് ചെയ്യും. എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കൊരിക്കലും ഈ എക്സാം പാസ്സാകാൻ സാധിക്കില്ല, അങ്ങനെയുള്ള ചിന്തകളായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ നിങ്ങൾ ആ സമയത്ത് സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കണം. നിങ്ങൾ ശരിക്കും എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് നോക്കണം. എത്ര മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ശരിയാക്കിയത്. ഇപ്പോൾ PSC എക്സാം ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാത്സിനായിരിക്കും മാർക്ക് കുറവ്. മാത്സ് ഒന്ന് കൂടുതൽ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ, കൂടുതൽ മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ജോലി കിട്ടിയേനെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും തകരാറ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് തകരാറ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. ആ തകരാറിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കുക. മാത്സ് ആണെങ്കിൽ മാത്സ് കൂടുതലായിട്ട് ചെയ്ത് പഠിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയെക്കുറിച്ച് ചിന്തിക്കുക. നന്നായിട്ട് മാത്സിന് മാർക്ക് സ്കോർ ചെയ്ത ഒരു സുഹൃത്തിനെ കണ്ടെത്തി ആ സുഹൃത്തിൻ്റെയോടൊപ്പം ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ കുറേ കൂടെ നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ കയറി മാത്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സയൻറ്റിഫിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഉത്തരങ്ങളിലേക്കായിരിക്കും നമ്മൾ വരിക. അല്ലാതെ നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്ന് നമ്മൾ ചിന്തിക്കില്ല. ആ എക്സാം എഴുതിയത് 1,00,000 ആളുകളായിരിക്കും, പക്ഷേ അതിൽ ജോലി കിട്ടിയത് ചിലപ്പോൾ 50-100 പേർക്ക് മാത്രമായിരിക്കും. 1,00,000 പേരിൽ 100 പേരായില്ല, അല്ലെങ്കിൽ 100 പേരിൽ ഒരാളായിട്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണെന്നല്ല. നിങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ ജീവിതത്തിലും ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നിരുന്നു. കുറച്ച് നാൾ മുമ്പ് എൻ്റെ 1-2 ശാസ്ത്ര പ്രബന്ധങ്ങൾ തുടർച്ചയായിട്ട് റിജക്റ്റ് ചെയ്യപ്പെട്ടു. പിയർ റിവ്യൂവിൽ അവരത് അക്സെപ്റ്റ് ചെയ്തില്ല. ഭയങ്കര ഡിപ്രഷനാണ് ഉണ്ടായത്. അത് ഒരു ക്ലിനിക്കൽ ഡിപ്രഷനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ സമയത്ത് എന്നെ മാനസികമായിട്ട് അതൊരുപാട് ബുദ്ധിമുട്ടിച്ചു. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ധാരണയില്ല. വളരെ മെൻ്റൽ പ്രഷറാണ്. എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെക്കൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റില്ലെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അതിനുശേഷം ഞാൻ എൻ്റെ ഗൈഡിനെ വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ ഈ പേപ്പറും റിജക്റ്റായെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞത് വളരെ കംഫോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു യൂഷ്വൽ പ്രൊസീജിയറാണ്. ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതൊരു PhD സ്കോളർ ആണെങ്കിൽ മാത്രമല്ല, അല്ലാതെ 100-ലധികം പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്ത ഒരു വ്യക്തിയുടെ 101-മത്തെ പ്രബന്ധം ഇങ്ങനെ റിജക്റ്റ് ചെയ്തു എന്ന് വരാം. അതൊരു പ്രോസസ്സ് മാത്രമാണ്, സയൻസിൻ്റെ ഒരു പ്രൊസീജിയർ മാത്രമാണ്. ഇങ്ങനെയാണ് എൻ്റെ ഗൈഡ് എന്നോട് പറഞ്ഞത്. അത് ശരിക്കും എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ് ഉണ്ടാക്കിയെടുത്തത്. അതിനുശേഷം ഞാൻ ചിന്തിച്ചത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ റിപ്പോർട്ടാണ് പിയർ റിവ്യൂവിന് ശേഷം എനിക്ക് കിട്ടിയത്. ഞാൻ ആ റിവ്യൂ റിപ്പോർട്ട് മുഴുവനും വായിച്ചു. അപ്പോൾ അതിൽ എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇതിനു മുമ്പ് റിജക്റ്റ് ചെയ്തിട്ടുള്ള പിയർ റിവ്യൂവിൻ്റെയും റിപ്പോർട്ട് എടുത്ത് ഞാൻ പല കുറി വായിച്ചു. എന്താണ് എൻ്റെ പ്രബന്ധത്തിൽ സംഭവിച്ച പെശകെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 2 മാസങ്ങൾ ഞാൻ തുടർച്ചയായിട്ട് വർക്ക് ചെയ്തു. പുതിയ എക്സ്പെരിമെൻറ്റുകൾ നടത്തി. അതിനുശേഷം മാനുസ്ക്രിപ്റ്റ് എഴുതി ഞാൻ അയച്ചു കൊടുത്ത് റിജക്റ്റ് ചെയ്ത അതേ സ്കൈ ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള സ്പ്രിംഗർ നേച്ചറിൻ്റെ ജേർണലിലേക്ക് ഞാൻ അയച്ചു കൊടുത്തു, ആസ്ട്രോഫിസിക്സ് ആൻഡ് സ്പേസ് സയൻസ്. അതിനുശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റാണ് എനിക്ക് കിട്ടിയത്. അതായത് ഇത് റിജക്റ്റ് ചെയ്യാനുള്ളൊരു റീസണും അദ്ദേഹം കാണുന്നില്ല. അതിൽ ആകെയുള്ളൊരു പെശകെന്ന് പറയുന്നത്, ഞാനത് എഴുതിയപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ പറ്റിയൊരു അബദ്ധമാണ്. അക്നോളജ്മെൻറ്റ് ഈ കൺക്ലൂഷന് ശേഷമായിപ്പോയി. അപ്പോൾ അക്നോളജ്മെൻറ്റ് മുകളിലാക്കുക, കൺക്ലൂഷൻ താഴെയാക്കുക, ആ ഒരു കറക്ഷൻ മാത്രമാണ് പറഞ്ഞത്. അതും 4-5 ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ്. അതിനുശേഷം ഒരു 2-3 മാസം കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത ശാസ്ത്ര പ്രബന്ധവും പബ്ലിഷായി വന്നു. അതായത് അപ്പോഴുണ്ടായ ആ മാനസിക പ്രശ്നത്തെ ഞാൻ തരണം ചെയ്തത് എൻ്റെ ചിന്താഗതി കൊണ്ട് മാത്രമാണ്. CBTയിൽ വരുന്ന മറ്റൊരു മെത്തേഡാണ് സോക്രറ്റിക് മെത്തേഡ്. തെറാപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ പ്രൊഫഷണലുകൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു പ്രശ്നവുമായിട്ട് ഒരു തെറാപ്പിസ്റ്റിനെ കാണുമ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഉദാഹരണത്തിന് ഒരു ഡിവോഴ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു ലവ് അഫെയർ ഫെയിലർ ആയതിന് ശേഷമായിരിക്കും നിങ്ങൾ ഒരു പ്രൊഫഷണലിനെ കാണുന്നത്. നിങ്ങൾ മാനസികമായിട്ട് വലിയ ഡിപ്രഷനിലാണ്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ പ്രൊഫഷണൽ നിങ്ങളോട് ചോദിക്കും എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന്. അപ്പം നിങ്ങൾ പറയുക ബ്രേക്കപ്പായി, എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. മറുപടിയായിട്ട് പ്രൊഫഷണൽ ചോദിക്കുന്നത് ശരിക്കും ഇമോഷണൽ അല്ലാത്ത നേരിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഒരു വ്യക്തി എങ്ങനെയാണ് സ്നേഹിക്കപ്പെടാൻ പറ്റാത്തൊരു വ്യക്തിയാകുന്നത്, നിങ്ങളെക്കുറിച്ച് പറയണ്ട, പക്ഷേ അല്ലാതുള്ളൊരു ഡെഫിനിഷൻ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും
ആരും സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. അപ്പം നമ്മുടെ മനസ്സിലേക്ക് പ്രത്യേകിച്ച് ഒരു മലയാളിയാണെങ്കിൽ പെട്ടെന്ന് വരുന്ന ഒരു പേര് ഗോവിന്ദച്ചാമിയുടെ പേരായിരിക്കും. എൻ്റെ അറിവിൽ ആരും ഗോവിന്ദച്ചാമിയെ സ്നേഹിക്കുന്നുണ്ടായിരിക്കില്ല. സ്നേഹിക്കാൻ ആരും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഗോവിന്ദച്ചാമി. അതിൻ്റെ കാരണം ആ വ്യക്തി ചെയ്തിട്ടുള്ള ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതായത് അതിൻ്റെ കാരണക്കാരൻ ആ വ്യക്തി മാത്രമാണ്. അപ്പോൾ ഈ ചോദ്യം അഭിമുഖീകരിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നത്, ഞാൻ ഗോവിന്ദച്ചാമിയെ പോലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണോ ഞാൻ ചെയ്തത്, അങ്ങനെ ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണോ ഞാൻ? അല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്കാകുന്നത്? ഈ ഒറ്റയ്ക്കാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളോട് ആരും ഇനി ഒരിക്കലും സംസാരിക്കില്ലെന്നാണോ? നിങ്ങളോടൊപ്പം ആരും ഇനി ഉണ്ടായിരിക്കില്ലെന്നാണോ? നിങ്ങൾക്ക് ഒന്ന് കണ്ട് സംസാരിക്കാൻ ആർക്കും താല്പര്യമില്ലെന്നാണോ? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളെക്കുറിച്ചായിരിക്കും, നമ്മളുടെ മാതാപിതാക്കളെക്കുറിച്ചായിരിക്കും. അവരെപ്പോഴും നമ്മളോട് സംസാരിക്കാൻ താല്പര്യമുള്ളവരാണ്. അങ്ങനെ നമ്മളോടൊട്ടും താല്പര്യമില്ല, ആരും നമ്മളോട് സംസാരിക്കുന്നില്ല, നമ്മളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മളോട് വെറുപ്പാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഗോവിന്ദച്ചാമിയെപ്പോലൊരു വ്യക്തിയാണെന്നാണ്. നമ്മൾ അത്തരത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെയുള്ള ആളുകളുടെ പേഴ്സൻറ്റേജ് വളരെ വളരെ കുറവാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കാണുന്നതിൽ 99.99% ആളുകളും ഗോവിന്ദച്ചാമിയെപ്പോലുള്ളൊരു വ്യക്തിയല്ല. നന്മയുള്ള നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുന്ന വ്യക്തിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സർക്കിളുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെങ്കിലും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. നിങ്ങളിപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും ഒരുപക്ഷെ നിങ്ങളുടെ അമ്മ പോലും നിങ്ങളോടൊപ്പം നിൽക്കും, നിങ്ങളോട് സംസാരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സയൻറ്റിഫിക്കലി നിങ്ങൾ തനിയെയാണ്, നിങ്ങളോട് ആരും സംസാരിക്കില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ നിങ്ങളുടെ അടുത്ത കൺസേൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ മുഖം മറക്കാൻ സാധിക്കുന്നില്ല, അവരോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങളോട് ആ പ്രൊഫഷണൽ ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ എന്തൊക്കെ നെഗറ്റീവാണ് ഉണ്ടാകുന്നത്? നിങ്ങൾ ചിലപ്പോൾ ഒരു 5 വർഷം 10 വർഷമൊക്കെ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രണയിച്ചിട്ടുണ്ടായിരിക്കാം. ആ 10 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, പരസ്പരമായിട്ട് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നായിരിക്കും ചിന്തിക്കുക. ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. കാരണം ആരും പെർഫെക്റ്റ് അല്ല. 5 വർഷം 10 വർഷമൊക്കെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങളുടെ തെറ്റുകൊണ്ടല്ലാതെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ നിങ്ങൾക്ക് ആ സമയത്തായിരിക്കില്ല തിരിച്ചറിയുന്നത്, അതിന് മുൻപും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ലിസ്റ്റ്, ചിലപ്പോൾ കൊടുക്കുന്ന പേപ്പറുകളൊന്നും ആ ലിസ്റ്റിൽ ഉള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് തികഞ്ഞു എന്ന് വരില്ല. അങ്ങനെ വളരെ ദൈർഘ്യമുള്ള ഒരു എസ്സേ എഴുതി നിങ്ങൾ ചിലപ്പോൾ ആ പ്രൊഫഷണലിന് കൊടുത്തു എന്നിരിക്കും. പിന്നീടുള്ള അടുത്ത ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിന് ഈ ഒരു പ്രണയം ഉണ്ടാകുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു? അതായത് നിങ്ങൾ സിംഗിളായിരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ? ആ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സന്തോഷിച്ചത്? ഉറപ്പായിട്ടും പ്രണയത്തിന് മുമ്പ് നമ്മൾ സന്തോഷിച്ചിട്ടുണ്ട്. പ്രണയം മാത്രമല്ലല്ലോ ലൈഫ്. സിംഗിളായിട്ടിരിക്കുന്ന ഘട്ടത്തിലും നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. എഴുതിയതിന് ശേഷം നിങ്ങളോട് അത് രണ്ടും വായിക്കാൻ പറയും. സിംഗിളായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ച പ്രിവിലേജുകൾ, നിങ്ങൾക്കുണ്ടായ സന്തോഷങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, അതൊക്കെ വായിക്കാം. നിങ്ങൾ കമ്മിറ്റഡ് ആയിരുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാം. ഇതെല്ലാം വായിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം നിങ്ങൾ ഹീലായി എന്നല്ല, ഇതൊരു തെറാപ്പിയാണ്. ഒരൊറ്റ സിറ്റിങ്ങിലൊന്നും ചിലപ്പോൾ ഓക്കെ ആയെന്ന് വരില്ല. ചിലപ്പോൾ ആ നിമിഷം നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടിയെന്ന് വരും. ചിലപ്പോൾ അടുത്ത ദിവസം ആകുമ്പോൾ അതങ്ങ് മാറിയെന്ന് വരും. പക്ഷേ മുമ്പുണ്ടായിരുന്ന അത്രയും തീവ്രമായിരിക്കില്ല. വേദന ഉണ്ടായിരിക്കും, പക്ഷേ അത് ഡിപ്രഷനിലേക്കൊന്നും പോയെന്ന് വരില്ല. കുറേ അധികം നാളത്തെ പ്രാക്ടീസ് കൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. ചിലരുടെ കേസിൽ ഇതും കൊണ്ടൊന്നും രക്ഷയുണ്ടാകില്ലായിരിക്കും. അവരുടേത് ക്ലിനിക്കലായിട്ടുള്ളൊരു ഡിപ്രഷനായിരിക്കും. അപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള ആൾ തരുന്ന മെഡിസിൻസ് നിങ്ങൾ എടുക്കുക. മെഡിസിൻസ് കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ പറയാം. CBT തെറാപ്പിയിലെ അടുത്ത തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി. ബിഹേവിയറൽ തെറാപ്പിയുടെ ഉള്ളിൽ മറ്റൊരു തെറാപ്പി, അതാണ് എക്സ്പോഷർ തെറാപ്പി. നിങ്ങൾ സൈനോഫോബിക് ആണെന്ന് കരുതുക. നിങ്ങൾക്ക് നായ്ക്കളെ പേടിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ എക്സ്പോഷർ ഉണ്ടാക്കിയെടുക്കുക. ആദ്യം തന്നെ മുമ്പിൽ കാണുന്ന ഒരു പട്ടിയുടെ അടുത്തേക്ക് അങ്ങ് പോകാമെന്നല്ല, നിങ്ങളെക്കൊണ്ട് അതിന് സാധിക്കില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇൻ്റർനെറ്റിലൂടെ ഒരുപാട് നായ്ക്കളുടെ ഫോട്ടോസ് കാണുക. അവയൊക്കെ ഏത് ബ്രീഡിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം റീൽസ് കാണുക. അതും വളരെ വലിയ ഭയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പട്ടികളുടെ വീഡിയോസ് അല്ല,
മറിച്ച് വളരെ ക്യൂട്ടായിട്ടുള്ള കൊച്ചു പട്ടിക്കുട്ടികളുടെ റീൽസ് നിങ്ങൾ കാണുക. 2-3 റീൽസ് തപ്പിപ്പിടിച്ച് കണ്ടാൽ മതി. പിന്നീട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നതൊക്കെ ഈ ചെറിയ പട്ടിക്കുട്ടികളെ ആയിരിക്കും. അതിനുശേഷം ഏകദേശം ഒരു 30 അടി അകലത്ത് വെച്ച്, ഒരുപാട് ആളുകളുള്ള സ്ഥലത്ത് വെച്ച് ഒരു നായയുടെ അടുത്ത് പോയി നിൽക്കുക. 30 അടി ഡിസ്റ്റൻസിൽ പോയി നിൽക്കുക. അങ്ങനെ കുറച്ചധികം ദിവസം നിൽക്കാനായിട്ട് ശ്രമിക്കുക. നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക എന്നല്ല. പട്ടികളെ കാണുമ്പോൾ ഏകദേശം ഒരു 30 അടി ഡിസ്റ്റൻസിൽ മറ്റാളുകളൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി നടന്നു പോവുക. പിന്നീട് നിങ്ങൾ ഒരു നായക്കുട്ടിയെ എടുത്ത് വളർത്തുക. അതും പേടിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ നായ്ക്കളെ അല്ല, ഒട്ടും പേടിപ്പിക്കാത്ത വളരെ സാധുവായിട്ടുള്ള, ഒന്ന് കടിക്കാൻ പോലും അറിയാത്ത കുഞ്ഞു പട്ടികളെ എടുത്ത് വളർത്തുക, ഒരു പെറ്റായിട്ട് വളർത്തുക. അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഭയം തന്നെ ഇല്ലാതെയായി മാറും. നായ എന്നുള്ളത് ഞാനിവിടെ ഒരു ഉദാഹരണമായിട്ട് മാത്രം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പാമ്പിനെ ആയിരിക്കും ഭയം. പാമ്പിനെ ഒരു പെറ്റായിട്ടൊന്നും എടുത്ത് വളർത്തണ്ട, പക്ഷേ പാമ്പുകളെ കാണാനായിട്ട് ശ്രമിക്കുക. പാമ്പുകളുമായിട്ടുള്ള എക്സ്പോഷർ കൂട്ടാനായിട്ട് ശ്രമിക്കുക. പാമ്പുകളെ ആരെങ്കിലും ഫോറസ്റ്റിൽ നിന്നുള്ള ആളുകൾ പിടിക്കുന്നുണ്ടെങ്കിൽ ആ പിടിക്കുന്നത് നിങ്ങൾ നേരിട്ട് പോയി കാണാൻ പറ്റുമെങ്കിൽ കാണുക. അങ്ങനെ കൂടുതലായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയം കുറയും. ഭയം കുറഞ്ഞു എന്ന് കരുതി നിങ്ങൾ പാമ്പിനെ പിടിക്കാനോ അല്ലെങ്കിൽ പാമ്പിനെ തല്ലിക്കൊല്ലാനോ ഒന്നും പോകരുത്. അത് തെറ്റാണ്. പാമ്പിനെ പിടിക്കാനായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രം പിടിപ്പിക്കുക. പാമ്പും പട്ടിയും മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തിനോടെങ്കിലും പേടിയുണ്ടെങ്കിൽ, ചിലപ്പോൾ വെള്ളത്തിനോടായിരിക്കും, അല്ലെങ്കിൽ ക്ലോസ്ട്രോഫോബിയ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. അതായത് ഇടുങ്ങിയ സ്ഥലത്ത് നിൽക്കാൻ നിങ്ങൾക്ക് ഭയമാണ്. അങ്ങനെയാണെങ്കിൽ കഴിവതും നിങ്ങൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണലിനെ കാണുക. പ്രൊഫഷണൽ തരുന്ന തെറാപ്പികളിലൊന്ന് ഇതായിരിക്കും, എക്സ്പോഷർ ആയിരിക്കും. അടുത്തത് ബിഹേവിയറൽ ആക്ഷൻ. ഡിപ്രഷൻ ബാധിച്ച ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. അവർ സ്ഥിരം ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ കാണും. അവർ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും, ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി സയൻസ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരായിരിക്കും, സിനിമ കാണാൻ ഇഷ്ടമുള്ളവരായിരിക്കും. പക്ഷേ ഡിപ്രഷൻ ബാധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ തോന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും കിടക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനോ ഒക്കെ ആയിരിക്കും ചിന്തിക്കുക. നിങ്ങൾ അലസമായിട്ട് മുറിയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു സൈക്ലിക് ലൂപ്പ് നടക്കും. കുറേ നേരം നിങ്ങൾ ഒന്നും ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം അല്ലെങ്കിൽ കുറ്റബോധം വർദ്ധിക്കും. ആ കുറ്റബോധം വർദ്ധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അവിടെ തന്നെ കിടക്കാനായിരിക്കും തോന്നുക. വീണ്ടും അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കുറ്റബോധം കൂടുതലായിട്ട് വർദ്ധിക്കും, കാര്യങ്ങൾ കൂടുതൽ വഷളാകും. ആ ലൂപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. അവിടെ നിന്ന് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അത് പലർക്കും അല്പം പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ അങ്ങനൊരു ഇനീഷ്യേഷൻ നടക്കണം. ആ ലൂപ്പിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്കൊരു പരിധിവരെ രക്ഷപ്പെടാൻ പറ്റുക. അതിനെല്ലാം ഉപരിയായി നിങ്ങൾ ഒരു പ്രൊഫഷണലിനെ നേരിട്ട് പോയി കാണണം, അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കൊഗ്നിറ്റീവ് ഡിസണൻസ് തിയറി. നിങ്ങളുടെ പേര് അലക്സ് എന്നാണെന്ന് കരുതുക. അലക്സ് ഒരു കാർ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, സ്മാർട്ടായിട്ടുള്ള വ്യക്തിയാണ്. ചിലവ് ചുരുക്കി ആ പണമൊക്കെ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനൊരു കാർ മേടിക്കണം. കാറ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അല്പം പ്രയാസമാണ്. ഇപ്പോൾ ടാക്സ് ഒക്കെ കുറവാണെങ്കിൽ പോലും ഒരു സാധാരണക്കാരന് ഒരു കാർ മേടിക്കാൻ അല്പം പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാറിനെ കുറിച്ചാണ് അലക്സ് ചിന്തിക്കുന്നത്. അലക്സിന് കുറഞ്ഞ വിലയ്ക്ക് ഏകദേശം ഒരു 3 ലക്ഷം രൂപയ്ക്ക് ഒരു പഴയ അംബാസഡർ കാർ കിട്ടി. അപ്പോൾ അദ്ദേഹം വളരെ സന്തുഷ്ടനാണ്. കണ്ടോ, ഞാൻ ഇത്രയും പണം ലാഭിച്ചു, അല്ലെങ്കിൽ ഒരു 6 ലക്ഷം 7 ലക്ഷം കൊടുത്ത് ഒരു പുതിയ വണ്ടി മേടിക്കേണ്ടതായിരുന്നു, എനിക്ക് അത്രയും രൂപ ലാഭിക്കാൻ പറ്റി. പക്ഷേ കാറ് മേടിച്ച അന്നു മുതൽ വർക്ക്ഷോപ്പിലാണ്, പലതരത്തിലുള്ള കംപ്ലൈൻറ്റുകളാണ്. കാറിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയാതിരുന്ന അലക്സിന് ഇപ്പോൾ കാറിൻ്റെ ഒരുപാട് കംപ്ലൈൻറ്റുകളെക്കുറിച്ചും അതിൻ്റെ ബോഡി പാർട്സുകളെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ അലക്സിന് ഒരു വലിയ ഡിപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം കരുതിയിരുന്നത് അദ്ദേഹം വളരെ സ്മാർട്ടായിരുന്നു എന്നാണ്. ഒരുപാട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനമാണ് താൻ എടുത്തതെന്ന് കരുതിയിരുന്നു. പക്ഷേ അതൊരു വലിയ അബദ്ധമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. കയ്യിൽ നിന്ന് ഒരുപാട് പണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന് ആ കാർ പർച്ചേസ് ചെയ്തു എന്ന് പറയുന്ന കാര്യം ഇല്ലാതെയാക്കാൻ കഴിയില്ല. നമ്മൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം അത് നമുക്കൊരിക്കലും ഇല്ലാതെയാക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എടുത്ത തീരുമാനത്തെ നിങ്ങൾ ശരിവെക്കണം. അല്ലാതെ നിങ്ങൾ അത് തെറ്റായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കാറ് കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് വലിയ കുറ്റബോധമായിരിക്കും. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് ആ പണം പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതമൊക്കെ അത് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കും. അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യം അത് തെറ്റായിരുന്നെങ്കിൽ പോലും അത് ശരിയാണെന്ന് നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. അലക്സിൻ്റെ കേസിൽ അലക്സ് മേടിച്ചത് ഒരു അംബാസഡറാണ്. അലക്സിന് വേണമെങ്കിൽ ചിന്തിക്കാം,
ഇതൊരു ക്ലാസിക് കാറാണ്, പഴയ കാറാണ്, ഇപ്പോൾ പുതുതായിട്ട് ഇറക്കുന്നില്ല, വേണമെങ്കിൽ കുറച്ചുകൂടെ വർഷം കഴിയുമ്പോൾ കുറച്ചുകൂടെ ഉയർന്ന പൈസയ്ക്ക് ആർക്കെങ്കിലും വിൽക്കാം, അംബാസഡർ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മുടക്കിയതിനേക്കാൾ കൂടുതൽ കാശ് അദ്ദേഹത്തിന് ഭാവിയിൽ കിട്ടിയെന്നും വരാം. കൂടാതെ അദ്ദേഹത്തിന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം, ഒരുപാട് അറിവുകൾ നേടാൻ പറ്റി. കാറിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയാത്തൊരു വ്യക്തിക്ക് കാറിൻ്റെ പല പാർട്സിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അതൊരു അറിവാണ്, ഒരു എക്സ്പെരിമെൻറ്റിലൂടെ മാത്രം കിട്ടുന്ന അറിവാണ് അദ്ദേഹത്തിന് കിട്ടിയത്. വേറെ ആരെങ്കിലും പറഞ്ഞു തരുന്ന അറിവിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹത്തിന് സ്വയം പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നീട് ആ കാറിനെ കാണുമ്പോൾ, ആ കാർ ഓടിക്കുമ്പോൾ അദ്ദേഹത്തിന് അത്ര വലിയ വിഷമമൊന്നും ഉണ്ടാകില്ല. ഒരുപക്ഷെ കുറച്ചുകൂടെ അദ്ദേഹത്തിന് സന്തോഷിക്കാൻ സാധിച്ചു എന്നും വരാം ഒരു പരിധിവരെ. നിങ്ങൾക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അവിടുന്ന് പിന്നോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, മാപ്പ് പറയാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ മാപ്പ് പറയുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയം പറയുക, നിങ്ങൾ ചെയ്ത ആ തെറ്റിൽ ചില കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി സംഭവിക്കും, അത് ഇങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. റിച്ചാർഡ് സോളമൻ ഏകദേശം ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയുണ്ട്, ഓപ്പോണൻറ്റ് പ്രോസസ് തിയറി. നിങ്ങൾ ഒരു ഇമോഷൻ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു ഇമോഷൻ അതിന് തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നൊരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം വിഷമം അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ സിഗരറ്റ് വലിക്കുകയാണ്. സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലഷർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ മദ്യപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാരിവാന നിങ്ങൾ ഉപയോഗിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്ലഷർ കിട്ടുന്നു. ആ പ്ലഷറിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഉദാഹരണത്തിന് നിങ്ങൾ ആദ്യം ഒരു സിഗരറ്റാണ് ആദ്യം വലിക്കുന്നത്. ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ് പ്ലഷറാണ് കിട്ടുന്നത് കരുതുക. ആ സിഗരറ്റ് വലിച്ചതിന് ശേഷം ആ എക്സ് പ്ലഷറിനേക്കാൾ ഉയർന്ന അളവിൽ നിങ്ങൾക്ക് ഒരു പെയിൻ അനുഭവിക്കേണ്ടി വരും. അത് വളരെ പെട്ടെന്ന് അനുഭവിക്കേണ്ടി വരുന്നതല്ല, നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്ന് എവിടെയെങ്കിലും വേദന ഉണ്ടാകുന്നതല്ല, നിങ്ങളുടെ മനസ്സ് കുറച്ചുകൂടെ അസ്വസ്ഥമായിട്ട് മാറും. അത് വളരെ പതിഞ്ഞ രീതിയിലായിരിക്കും. ഒരു സിഗരറ്റ് കൊണ്ടുണ്ടാകുന്ന പ്ലഷർ കുറവാണെങ്കിൽ ആ കുറഞ്ഞ അളവിലുള്ള ഒരു പെയിൻ ആയിരിക്കും അനുഭവിക്കുക. പക്ഷേ പിന്നീട് നിങ്ങൾ വീണ്ടും ഒരു സിഗരറ്റ് കൂടെ വലിക്കുമ്പോൾ ആദ്യം കിട്ടിയ അത്രയും തന്നെ പ്ലഷർ കിട്ടില്ല. ആദ്യം കിട്ടിയ പ്ലഷറിൻ്റെ പകുതി പ്ലഷറാവോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം പ്ലഷറേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം സിഗരറ്റുകൾ വലിച്ചാൽ മാത്രമാണ് ആദ്യം കിട്ടിയ ആ ഒരു പ്ലഷർ, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ അപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് അതിനേക്കാൾ കൂടിയ അളവിലുള്ള 2 സിഗരറ്റ് എന്ന് പറയുമ്പോൾ 2x പെയിന്, അല്ലെങ്കിൽ 2x മുകളിലുള്ള പെയിനായിരിക്കും. പിന്നീട് അടുത്ത തവണയിൽ നിങ്ങൾ ഒരുപാട് സിഗരറ്റ്, നിങ്ങൾ ഒരു ദിവസം തന്നെ 10-20 സിഗരറ്റൊക്കെ വലിച്ചു എന്ന് കരുതുക. അപ്പോൾ കിട്ടുന്ന പ്ലഷർ എന്ന് പറയുമ്പോൾ ആദ്യം വലിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സിഗരറ്റിൻ്റെ പ്ലഷർ ആയിരിക്കും. പക്ഷേ അതിനെ തുടർന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പെയിൻ അത് കുറേ കൂടെ ലെങ്തി ആയിരിക്കും. ആ 20 സിഗരറ്റിൻ്റെ അത്രയും തന്നെ തീവ്രതയുള്ള പെയിനുമായിരിക്കും. അത് ശരിക്കും നിങ്ങളെ മാനസികമായിട്ട് ബാധിക്കും. പിന്നീട് നിങ്ങൾ ആ ഒരു പ്ലഷറിന് വേണ്ടി ആയിരിക്കില്ല സിഗരറ്റ് വലിക്കുന്നത്, ആ ദൈർഘ്യമേറിയിട്ടുള്ള ശക്തമായിട്ടുള്ള പെയിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ മാരിവാന പോലെയുള്ള ഡ്രഗ്സ് നിങ്ങൾ എടുക്കുമ്പോഴായിരിക്കും അനുഭവിക്കേണ്ടി വരിക. അത് കുറേ കഴിയുമ്പോൾ അത് കാരണമുണ്ടാകുന്ന പെയിൻ ഒഴിവാക്കാൻ വേണ്ടി, അതായത് ആ പ്ലഷറിന് വേണ്ടിയല്ല, പെയിൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ നിരന്തരമായിട്ട് അത് ഉപയോഗിക്കും. അതിൻ്റെ വലിയ അഡിക്റ്റായിട്ട് നിങ്ങൾ മാറും. ഒടുവിൽ അതില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. നിങ്ങളുടെ മാനസിക നിലയിൽ തന്നെ വലിയ ആഘാതങ്ങൾ അത് സൃഷ്ടിക്കുന്നതാണ്. ഡ്രഗ്സും സിഗരറ്റ്സും ഒക്കെ പരമാവധി ഒഴിവാക്കുക. പക്ഷേ അത്രയ്ക്കൊന്നും പേടിക്കേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ സോഷ്യൽ മീഡിയ റീലുകൾ കാണുന്നു. ആ റീലുകൾ നിങ്ങൾ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. സിഗരറ്റ് പോലെയോ അല്ലെങ്കിൽ മരിവാന പോലെയോ ഒന്നുമുള്ള എഫക്റ്റ് അല്ല അതുണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങൾ നിരന്തരം അത് ചെയ്യുകയാണെങ്കിലോ, നിങ്ങൾ ആദ്യം ഒരു 5 മിനിറ്റാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടും. പക്ഷേ ആ സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾ പിന്നീട് അത് ഒരുപാട് നേരം കാണണം. അതിൻ്റെ അഡിക്ഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നീടുണ്ടാകുന്ന പെയിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ
പിന്നെയും പിന്നെയും ഇത് കാണാനായിട്ട് ചെയ്യും. ഒരു സമയവും നിങ്ങൾ വെറുതെ ഇരിക്കാതെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യും. നിങ്ങൾക്കൊന്ന് ടോയ്ലറ്റിൽ പോയി ഇരിക്കണമെങ്കിൽ പോലും നിങ്ങളുടെ ഫോൺ വേണം. ആ ഫോണിലൂടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ റീലുകൾ നിങ്ങൾക്ക് കാണണം. അങ്ങനൊരു മാനസികാവസ്ഥയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും നിങ്ങൾക്ക് പ്ലഷർ കിട്ടുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ആ പെയിൻ നിങ്ങൾ അനുഭവിക്കണം. ആ പെയിൻ അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾ നോർമലായിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തത്തുള്ളൂ. നേരെ തിരിച്ച് നിങ്ങൾക്ക് പെയിൻ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലോ, പെയിൻ കിട്ടുന്ന കാര്യം നിങ്ങൾ കുറച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നിങ്ങളുടെ മാനസികാവസ്ഥ കുറച്ചുകൂടെ സേഫായിട്ടുള്ളതായിരിക്കും. പെയിൻ കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു, അതിനുശേഷം അതിനേക്കാൾ അല്പം കൂടുതലായിട്ടുള്ള ഒരു പ്ലഷർ നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ മാനസിക ഉല്ലാസം നിങ്ങൾക്ക് കിട്ടും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പഠിക്കാൻ ഒട്ടും ഇഷ്ടമല്ല, നിങ്ങളൊരു സ്റ്റുഡൻ്റാണ്, പക്ഷേ നിങ്ങളൊരു പുസ്തകം എടുത്ത് പഠിക്കുന്നു. പുസ്തകം എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് പെയിനാണ്. ആ പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നു. ആ പെയിൻ അനുഭവിച്ചതിന് ശേഷം പ്ലഷറിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലഷർ കിട്ടും. ആ പെയിൻ എത്രമാത്രമാണോ അനുഭവിച്ചത് അതിന് ശേഷമുള്ള പ്ലഷർ എന്ന് പറയുന്നത് ആ പെയിനേക്കാൾ തീവ്രമായിരിക്കും. ഇത് നിങ്ങൾക്ക് ശരിക്കും അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ പഠിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യം എടുത്ത് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം ആ പുസ്തകം അടച്ചു വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാനസിക ഉല്ലാസമുണ്ട്. അത് ശരിക്കും ആ ഒരു പെയിനേക്കാൾ കൂടുതലാണ്. നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന പെയിന് നിങ്ങൾ അനുഭവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒരാളെ കൊണ്ട് നിങ്ങളെ ഇടിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാല് തല്ലി ഒടിക്കുകയോ ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആ പെയിനിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്, മാനസികമായിട്ടുള്ള പെയിനിനെക്കുറിച്ചാണ് പറയുന്നത്. ആ മാനസികമായിട്ടുള്ള പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകണം. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴായിരിക്കും ആ പെയിൻ കിട്ടുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വൃത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ പേരൻസിനെയോ നിങ്ങളുടെ വൈഫിനെയോ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ എന്തെങ്കിലും കാര്യത്തിന് സഹായിക്കുമ്പോഴായിരിക്കും ആ ഒരു പെയിൻ നിങ്ങൾക്ക്, കാരണം നിങ്ങൾക്കത് ചെയ്യാൻ ഇഷ്ടമല്ല. അങ്ങനൊരു പെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് കൂടുതൽ ബെറ്റർ ആകും. നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് അതും കുറേ കൂടെ ബെറ്റർ ആകും. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ആ ഒരു പെയിൻ അനുഭവിച്ചതിന് ശേഷമുള്ള ടൈമിൽ പിന്നീട് നിങ്ങൾക്ക് അനുഭവിക്കുന്നത് ഒരു റിലാക്സേഷൻ ആയിരിക്കും. ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കരുതെന്നല്ല. സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കാം, പക്ഷേ അതിനുശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് പെയിൻ ഉണ്ടാക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം. പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ബെനിഫിറ്റ് ആകുന്ന കാര്യങ്ങൾ കൂടിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫും സെറ്റിലാകും, നിങ്ങളുടെ മാനസികമായിട്ടുള്ള സ്റ്റെബിലിറ്റിയും ബെറ്റർ ആകും. മെൻ്റൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മെഡിസിൻസ് കഴിക്കേണ്ടി വരും. അപ്പോൾ മെഡിസിൻസ് കഴിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം ഞാൻ നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അവയെ കൺട്രോൾ ചെയ്യുന്ന രാജാവായ ന്യൂറോ മോഡുലേറ്റേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾക്കൊക്കെ അളവ് കുറയുമ്പോൾ ചിലതൊക്കെ കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ അതൊക്കെ നോർമലാക്കുന്ന രീതിയിലുള്ള മരുന്ന് കഴിച്ചാൽ പോരെ എന്ന്. മരുന്ന് കഴിച്ചാൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും, പക്ഷേ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. കാരണം നമ്മുടെ ശരീരം ഉണ്ടാക്കിയെടുക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂറോ മോഡുലേറ്റേഴ്സ് അല്ല നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. നമ്മൾ ക്ലിനിക്കലി എടുക്കുന്നത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ന്യൂറോ മോഡുലേറ്റേഴ്സും ഒക്കെ നോർമൽ ലെവലിലേക്ക് വരും. അതായത് കെമിക്കൽ പരമായിട്ടുള്ള മാറ്റം അത് പെട്ടെന്ന് നടക്കും, പക്ഷേ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ തലച്ചോറിന് ഒരുപാട് സമയം വേണ്ടി വരും. നമ്മൾ മെഡിസിൻ എടുത്തതിന് ശേഷം നമുക്ക് മാനസികമായിട്ടുള്ള ഒരു മാറ്റം, ഒരു വളരെ സട്ടിലായിട്ടുള്ളൊരു മാറ്റം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഏകദേശം 1 ആഴ്ച മുതൽ 2 ആഴ്ച വരെ സമയമെടുക്കും. ആ 2 ആഴ്ച കൊണ്ട് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തോന്നി മെഡിസിൻ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം ഇത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടർ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. 2 ആഴ്ച കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഒരു പക്ഷേ ഒരു 2 മാസം ആകുമ്പോഴായിരിക്കും പ്രകടമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുന്നത്. ഒരു 3 മാസം ഒരു 4 മാസമൊക്കെ കഴിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് വരാൻ സാധിക്കും. മരുന്നെടുക്കുന്നത് കാരണം ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാകും. നിങ്ങൾക്ക് വളരെ ക്ഷീണമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ വറ്റി വരളാനുള്ള, ഭയങ്കര ഡ്രൈ ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ മെഡിക്കേഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡോക്ടറിനെ നേരിട്ട് കാണുക.
മെഡിക്കേഷൻ തരുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറയും ഇത് കാരണം ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ചില മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി ആ സമയത്ത് കൊഴിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മെഡിസിൻസ് കഴിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രെസ് ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. 2024 എന്തോ ആയിരുന്നു എൻ്റെ PhD-യുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വർക്കുകൾ നടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ തലയുടെ ബാക്ക് സൈഡിൽ ആരോ ചുറ്റി കൊണ്ട് അടിക്കുന്ന പോലൊരു തോന്നലാണ്. അതിങ്ങനെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഇടവിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എനിക്ക് നെറ്റിയിലായിരുന്നു, എൻ്റെ ഫോർഹെഡിലായിരുന്നു വളരെ പെയിൻ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ബാക്കിൽ ഇതുപോലെ ഭയങ്കര അടിക്കുന്നത് പോലുള്ളൊരു പെയിനുണ്ട്. അപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊരു ആശ്വാസം കിട്ടുന്നത് ഷവറിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പം തലയൊന്ന് നനയുമ്പം ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ഞാൻ രാത്രിയിലൊക്കെ തല നനഞ്ഞ് തോർത്തുകൊണ്ടൊക്കെ പൊതിഞ്ഞ് കെട്ടിയിട്ടൊക്കെയാണ് കിടന്നിരുന്നത്. കാരണം അപ്പോൾ ഉറങ്ങുമ്പോൾ നമുക്കിത് തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ 1-2 ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു ഫിസിഷ്യനെ പോയി കണ്ടു. അപ്പോൾ ഫിസിഷ്യനെ കണ്ടപ്പം ഫിസിഷ്യൻ എന്നോട് പറഞ്ഞത് സ്ട്രെസ്സ് കാരണമാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് മരുന്ന് തന്നു. പിന്നെ അതിന് കുറച്ച് പോകാൻ വഴിയും, അതായത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക, ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ സൈക്ലിങ് നടത്തുക. അപ്പോൾ ഞാൻ അതിനെ തുടർന്ന് സൈക്ലിങ് ചെയ്തിരുന്നു. കൂടാതെ അദ്ദേഹം തന്ന മരുന്നും കഴിച്ചിരുന്നു. പിന്നീട് എനിക്കൊരു 1-2 ആഴ്ച 2-3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. 3 ആഴ്ചകൾക്ക് ശേഷമാണ് എനിക്ക് നോർമൽ ലൈഫിലേക്ക് വന്നത്. പക്ഷേ ആ ഒരു ടൈമിനിടയിൽ എനിക്ക് ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഈ മരുന്ന് കഴിക്കുന്നത് കാരണം മുടി കൊഴിച്ചിലുണ്ടാകും, കൂടാതെ ഈ ഒരു സ്ട്രെസ്സ് കാരണവും കൂടുതലായിട്ട് മുടി കൊഴിഞ്ഞു പോകും, അത് നോർമലാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ മുടി കൊഴിച്ചിൽ നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു. കുറേ നാൾ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മുടി കൊഴിയുന്ന ആ ഒരു റേറ്റ് പിന്നീട് കുറഞ്ഞു വരികയാണ് ഉണ്ടായത്. അപ്പം മെഡിസിൻസ് കഴിക്കുന്നത് കാരണം നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ആ കോഴ്സ് നിർത്തരുത്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സൈഡ് എഫക്റ്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ മെഡിക്കേഷൻ തന്നിട്ടുള്ള ഡോക്ടറിനെ തന്നെ കാണുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത്. സ്ലോലി നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അതിനൊരു അന്ത്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ 100-ൽ 15 മുതൽ 20ഓളം ആളുകൾക്ക് ഇത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് 600 കോടി ആളുകളുണ്ടെങ്കിൽ 600 കോടിയിൽ എത്ര പേർ ഇത് അനുഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ അതിൽ ഒരാൾ മാത്രമാണ്, അത്രയും പേരിൽ ഒരാളാണ്. അതൊരു വലിയ സംഖ്യയാണ്. ആ വലിയ സംഖ്യയിലുള്ള ആളുകൾ എന്നും അങ്ങനെ ആയിരുന്നില്ല. അവരുടെ ജീവിതം മാറും. ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥ മാത്രമാണ്. അത് മാറി നിങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് ഉറപ്പായിട്ടും മടങ്ങി വന്നിരിക്കും. ഈ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക. അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കൂടി ഈ ഒരു ലൈഫിൻ്റെ ഭാഗമാണ്. അതിനുശേഷം ഇനി വരാൻ പോകുന്നത് അതിമനോഹരമായിട്ടുള്ള ദിനങ്ങളാണ്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.